ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അനൂപ് നൂർജഹാനെ ആർക്കും വിട്ടുകൊടുക്കരുതെന്ന് വാക്ക് ചോദിക്കുവാണ് ശാരദാമ്മയോട്. എനിക്ക് വാക്ക് തന്നേ പറ്റൂ ശാരദാമ്മേ, 2 ദിവസത്തിനകം ഞാൻ എളുപ്പം ഇങ്ങ് വന്നോളാം എന്നും പറഞ്ഞ് ശാരദാമ്മയുടെ അടുത്തുനിന്ന് വാക്ക് വാങ്ങിച്ചിട്ട് അകത്ത മുറിയിൽ നിന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന നൂർജഹാൻ്റെ അടുത്ത് ചെന്നിട്ട് അനൂപ് പറയുന്നു, നൂറെ, അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നാലുടനെ ഞാൻ നിന്നെ വിളിക്കാം. ശാരദാമ്മേ, ഞാൻ അമ്മയെ കണ്ടിട്ട് വരാം. എനിക്ക് വിശ്വാസമാണ് എൻ്റെ ശാരദാമ്മേ. ശാരദാമ്മയുടെ ഉറപ്പിലാണ് ഞാൻ പോകുന്നത് എന്നും പറഞ്ഞ് അനൂപ് അവൻ്റെ മാമനോടൊപ്പം ബാംഗ്ലൂരിന് പോവുകയാണ്. ശാരദാമ്മയും നൂർജഹാനും ആകെ സങ്കടത്തിൽ നിൽക്കുവാണ്. ശാരദാമ്മയ്ക്ക് എന്തൊക്കെയോ പന്തികേടുള്ളതുപോലൊക്കെ തോന്നുന്നു. നൂർജഹാൻ പാവം ഒന്നും മിണ്ടാൻ വയ്യാതെ നൂർജഹാൻ ഇങ്ങനെ സങ്കടത്തോടെ ശാരദാമ്മയും നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം ശാലിനിയും വിഷ്ണുവിടെ ആ കാട്ടിലെ സന്യാസിയുമായിട്ട് ആ കാട്ടിലെല്ലാം ഇങ്ങനെ അന്വേഷിക്കുവാണ്. പപ്പിമോളെ, സത്യമോളെ എന്ന് വിളിച്ചുകൊണ്ട് അവരിങ്ങനെ ഓരോ ഭാഗത്തും കയറി ഇറങ്ങി നോക്കിക്കൊണ്ടിരിക്കുവാണ്. വിഷ്ണുവും ശാലിനിയും പപ്പിമോളെ, സത്യമോളെ നല്ലറി വിളിക്കുന്നെങ്കിലും ഒരു ശബ്ദവും കേൾക്കാത്തതുകൊണ്ട് ആ സന്യാസി പറയുന്നു, ആ മക്കൾ ഇവിടെ എവിടെയെങ്കിലും വീണ് ബോധം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുന്നുവെന്നും അതുങ്ങൾ കേൾക്കില്ല. അതുമാത്രമല്ല, ഇത്രയും ദൂരെയെങ്ങും കുട്ടികൾ വരാനും സാധ്യതയില്ല. കുട്ടികൾ കിടന്ന സ്ഥലത്തു നിന്നും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്നും ഇതിനിടയിൽ എവിടെയോ ആ കുട്ടികൾ എവിടെയോ ബോധരഹിതരായി കിടപ്പുണ്ട്. മുടി നീട്ടി വളർത്തിയ ഒരുത്തൻ അങ്ങോട്ട് വരുന്നുണ്ട്. അയാളെ കണ്ടുകൊണ്ട് ആ സന്യാസി ചോദിക്കുന്നു, ആ രമ്പനോ? അതേ, കാട് കാണാൻ ആളുകൾ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് കൊക്കയിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് പറയാൻ വന്നതാ. ആ സന്യാസി വിഷ്ണുവിനോടും ശാലിനിയോടും പറയുന്നു, ഇത് രമ്പൻ, കാട്ടുതേൻ ശേഖരിക്കുന്നതാണ് ഇവൻ്റെ പണി. ഈ കാട് മുഴുക്കെ അവന് സുപരിചിതമാണ്. കുട്ടികളെ അന്വേഷിക്കുന്നതിൽ നമുക്ക് ഇവനെയും കൂടെ കൂട്ടാം. എന്നിട്ട് ആ സന്യാസി രമ്പനോട് പറയുന്നു, രമ്പ, ഇവരുടെ 2 മക്കൾ കാട്ടിലകപ്പെട്ടിരിക്കുവാണ്. വന്യമൃഗങ്ങൾ ഏതെങ്കിലും ഈ ചുറ്റുവട്ടത്ത് വന്നിട്ടുണ്ടോയെന്ന് അറിയണമല്ലോ നമുക്ക്. ഞാനൊന്ന് നോക്കട്ടെ മോപ്പ, ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് രമ്പൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിശയിപ്പിക്കുന്ന ക്രാണശക്തിയുള്ളവനെ ഇവൻ. വന്യമൃഗങ്ങളുടെ മണം ഇവൻ മണത്തറിയും. രമ്പനിങ്ങനെ കുറച്ച് മണലൊക്കെ വാരി മണപ്പിക്കുന്നു, ചെവിവട്ടം പിടിച്ചിങ്ങനെ നോക്കുന്നു. ഇതൊക്കെ കണ്ടോണ്ട് ആ സന്യാസി പറയുവാണിതൊക്കെ. രമ്പൻ വന്ന് പറയുന്നു, കുട്ടികളെ കാടിൻ്റെ മക്കളൊന്നും ഉപദ്രവിച്ചിട്ടില്ല, വന്യമൃഗങ്ങളൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. വിഷ്ണു കരഞ്ഞോണ്ട് ചോദിക്കുന്നു, അയ്യോ, എങ്കിൽ ഞങ്ങളുടെ മക്കളെവിടെ? ആ സന്യാസി പറയുന്നു, ഒന്നുകിൽ വാരിക്കുഴിക്കകത്ത്, അല്ലെങ്കിൽ പാറകൾക്കിടയിൽ അഗാധ ഗർത്തങ്ങളുണ്ട്. അത് ചതിക്കുന്ന ഗർത്തങ്ങളാണ്. അവിടെ എവിടെയെങ്കിലും അകപ്പെട്ടിരിക്കാം. അങ്ങനെ ചില അപകടങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾ എൻ്റെ കൂടെ വാ, നമുക്ക് അവിടെ നിന്ന് നോക്കാം എന്നും പറഞ്ഞ് അവരെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. വിഷ്ണുവേട്ടാ, എൻ്റെ മക്കൾ എന്നും പറഞ്ഞ് ശാലിനി കരയുവാണ്. വിഷ്ണു പറയുന്ന, ശാലിനി നീ ടെൻഷൻ അടിക്കാതെ, അവർക്ക് ഈ വഴിയെല്ലാം അറിയാവുന്നതല്ലേ, അതുകൊണ്ട് അവർ നോക്കുന്ന കണ്ടോ, അവർ നമ്മളെ സഹായിക്കും. ആ മലമുകളിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ആ രമ്പനും ആ സന്യാസിയും കൂടെ ഒരു ഓലിയിടുന്ന മാതിരി ഒരു ശബ്ദമൊക്കെ വിടുന്നുണ്ട്. ആ രമ്പൻ പറയുന്നു, ഈ ഭാഗത്തെങ്ങും ഇല്ല മൂപ്പ, ഈ ഭാഗത്തെങ്ങും കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ല മൂപ്പ. അയ്യോ, എൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ ഈ ഭാഗത്ത് കുട്ടികൾ ഉണ്ടെന്നായിരുന്നല്ലോ എന്നിങ്ങനെ സന്യാസിയും പറയുവാണ്. ഇവിടെയും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ഈ തിരച്ചിൽ വെറുതെയാകുമോ എന്ന് എനിക്കൊരു സംശയം എന്ന് പറയുമ്പോഴേ ശാലിനെ തന്നെത്താനടിച്ചങ്ങോട്ട് കരയുവാണ്. അയ്യോ, എൻ്റെ ശാലിനി, താനിങ്ങനെ തളരാതെ, ഞാൻ പിന്നെ എന്ത് ചെയ്യണം വിഷ്ണുവേട്ടാ? എനിക്കെൻ്റെ മക്കളെ വേണം വിഷ്ണുവേട്ട. എൻ്റെ ദൈവങ്ങളെ, എനിക്കെൻ്റെ മക്കളെ വേണം. അവരില്ലാതെ എനിക്കൊരു ജീവിതമില്ല. അവരില്ലാതെ ഇനി ഞാൻ എങ്ങോട്ടുമില്ല. വിഷ്ണുവേട്ട, എൻ്റെ മക്കൾ എൻ്റെ കൂടെ വേണം. ഈ ഭാഗത്ത് എവിടെയോ എൻ്റെ മക്കളുണ്ട്. അവരെ കണ്ടെത്തുന്നതുവരെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങത്തില്ല. ഇനി അവരെ എന്ന് കണ്ടെത്തുന്നോ അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇവിടെ തീരും. എൻ്റെ കുട്ടികളെ കൊണ്ടുവന്ന് കൊലയ്ക്ക് കൊടുത്തിട്ട് എനിക്കിനി ഒരു ജീവിതം വേണ്ട. എൻ്റെ ശാലിനി, നമ്മുടെ മക്കൾക്കൊന്നും പറ്റില്ല, അവർക്കൊന്നും പറ്റത്തതുമില്ല. എൻ്റെ വിഷ്ണുവേട്ട, എനിക്ക് ഏറ്റവും വലുതെങ്കിൽ എൻ്റെ മക്കൾ തന്നെ. അപ്പോഴാ കാടിൻ്റെ ഏതോ ഒരു ഭാഗത്തുനിന്ന് ഒരു പുലി ഉറുമ്പെന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അത് രമ്പൻ കേട്ടിട്ട് പറയുന്നു, മൂപ്പ, ദണ്ട് അവിടെ എവിടെയോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ശാലിനി, അവർ പറഞ്ഞത് കേട്ടോ, അവിടെ എവിടെയോ ഒരു ശബ്ദം കേൾക്കുന്നെന്ന്. അത് നമ്മുടെ മക്കൾ തന്നെ ആയിരിക്കും. വാ ശാലിനി, നമുക്ക് അങ്ങോട്ട് പോകാം. സത്യേ, പപ്പീന്ന് വിളിച്ചുകൊണ്ട് ശാലിനിയും വിഷ്ണു അങ്ങോട്ട് പോവുകയാണ്. സന്യാസിയും രമ്പനും വീണ്ടും ഓലിയിടുന്ന പോലൊക്കെ ശബ്ദം ഇങ്ങനെ വിടുന്നുണ്ട്. ഈ സമയത്ത് കാടിൻ്റെ ഒരു ഭാഗത്ത് സത്യയും പപ്പിയും ജീവനോടെ തന്നെ ഉണ്ട്. പപ്പി പറയുന്നു, ആരെയും കാണുന്നില്ലല്ലോ സത്യേ. സത്യയ്ക്ക് നല്ല ഉറപ്പാണ്. സത്യ പറയാം, അച്ഛൻ വരാതിരിക്കില്ല പപ്പി. എനിക്ക് പേടിയാകുന്നു സത്യ. ആ കടുവ ഇനിയും വന്നാൽ നമ്മളിപ്പോൾ പേടിക്കാൻ പാടില്ല പപ്പി. നീ ധൈര്യമായിട്ടിരിക്കുക.
ആ കാട്ടുമൂപ്പൻ ആ സന്യാസി ഇങ്ങനെ കാതുകൂർപ്പിച്ചിട്ട് പറയുന്നു, താഴെ ആളനക്കമുണ്ട്, കുട്ടികളാകാനാണ് സാധ്യത. പപ്പി സത്യേന്ന് വിഷ്ണു ഇങ്ങനെ അലറി വിളിക്കുവാണ്. എവിടുന്നോ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ പപ്പിക്കും സത്യയ്ക്കും തോന്നുന്നുണ്ട്. അവരും ഇങ്ങനെ ചെവിവട്ടം പിടിക്കുവാണ്. സത്യ പറയുന്ന, പപ്പി ദേണ്ട സൗണ്ട് കേൾക്കുന്ന കണ്ടോ, അച്ഛൻ വന്നെന്നാ തോന്നുന്നു. വിഷ്ണു അലറി വിളിച്ച് ചോദിക്കുക, മക്കളെ നിങ്ങൾ എവിടാ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. സത്യമോൾ ഒച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങളിവിടെ ഉണ്ട്. അതിങ്ങനെ കാട്ടിലിങ്ങനെ പ്രതിധ്വനിക്കുവാണ് ആ ശബ്ദം. അത് കേട്ടിട്ട് ശാലിനി, എൻ്റെ വിഷ്ണുവേട്ടാ, എൻ്റെ മക്കൾ അവിടെ ഉണ്ട് എന്നും പറഞ്ഞിങ്ങനെ വെപ്രാളപ്പെട്ട് അങ്ങോട്ട് നോക്കുവാണ്. വിഷ്ണു അച്ഛാ ഒന്ന് വേഗം വരണേ, ഞങ്ങളെ വന്ന് രക്ഷിക്കണേ എന്നൊക്കെ പപ്പിമോളും വിളിച്ച് കൂവുന്നുണ്ട്. വിഷ്ണു ആ സന്യാസിയോട് പറയുന്നത്, ദേണ്ട കേട്ടോ, എൻ്റെ മക്കൾ അവിടെ ഉണ്ട്, അവർ താഴെയുണ്ട്. എൻ്റെ മക്കളെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ, വിഷ്ണു അച്ഛാ എന്നിങ്ങനെ പപ്പിമോൾ അലറി പറയുന്നുണ്ട്. മക്കളെ നിങ്ങൾ പേടിക്കേണ്ട, അച്ഛനിവിടെ ഉണ്ട്, അച്ഛാ ഒന്ന് വേഗം വാച്ചാ എന്നിങ്ങനെ സത്യം വിളിച്ച് പറയുക. എൻ്റെ പൊന്നുമക്കൾ പേടിക്കല്ലേ, നിങ്ങളെ ഇപ്പം രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. വിഷ്ണു അച്ഛാ എനിക്ക് പേടിയാകുന്നു, ഒന്ന് എളുപ്പം വാ വിഷ്ണു അച്ഛാ, മക്കളെ നിങ്ങൾ പേടിക്കല്ലേ, വിഷ്ണു അച്ഛൻ താണ്ട വരും, ഇപ്പം വരുവാ എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ആ കുന്നിൻ്റെ മണ്ടയിലോട്ട് കയറുമ്പോൾ ആ കല്ലേ ചവിട്ടി സ്ലിപ്പാകുന്നുണ്ട് വിഷ്ണു. പക്ഷേ വിഷ്ണു ബാലൻസ് പിടിച്ചവിടെ നിന്നെങ്കിലും ആ കല്ലുരുണ്ട് താഴോട്ട് വീഴുവാണ്. ആ കല്ല് പോകുന്ന കണ്ടുകൊണ്ട് ആ സന്യാസി പറയുന്നത്, അയ്യോ ആ കല്ലുരുണ്ട് താഴോട്ട് പോകുമ്പോൾ അത് കുട്ടികളുടെ ദേഹത്തായിരിക്കുമല്ലോ വീണ് പതിക്കുന്നത്. നമ്മളിപ്പോൾ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഓരോന്നും അവർക്ക് ദോഷഫലമായിട്ടാണ് സംഭവിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓരോന്നും ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് കാണുന്നത് പോലെയല്ല ഇറങ്ങി ചെല്ലുമ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ വലിപ്പം ഉണ്ടല്ലോ, അത് താഴോട്ട് ചെല്ലുമ്പോൾ കാണണമെന്നില്ല. കൃത്യമായ ഒരുക്കങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ കുട്ടികളെ നമുക്ക് അപകടമില്ലാതെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതിനിപ്പം നമുക്ക് ഉടനെ വേണ്ടത് ഈ കൊക്കയിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരാളെ കണ്ടെത്തണം. വിഷ്ണു നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുക, ഞാനിറങ്ങാം എൻ്റെ മക്കളെ രക്ഷിക്കാൻ. ഇനി എന്ത് തടസ്സങ്ങൾ വന്നാലും ഞാൻ അതെല്ലാം തരണം ചെയ്തോളാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ലത്. ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി അറിയാവുന്നവർക്കേ അതിലിറങ്ങാൻ പറ്റത്തുള്ളൂ. പിടിച്ചു നിൽക്കുന്ന കല്ലുകളുടെ ഉറപ്പും ചവിട്ടി നിൽക്കുന്ന മൺകട്ടയുടെ ഉറപ്പും അതെല്ലാം കൃത്യമായിട്ട് അളന്ന് കുറിച്ചറിയുന്നവന് മാത്രമേ ഇതിൽ വിജയിക്കാൻ സാധിക്കൂ. വിഷ്ണു കരഞ്ഞുകൊണ്ട് പറയുക, എനിക്കതിന് കഴിയും, കാരണം എനിക്ക് അവരെ രക്ഷപ്പെടുത്താതെ വേറെ ഒരു മാർഗവുമില്ല. ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് ശാലിനിയും വിഷ്ണുവും പറയുവാണ്, അതിൽ കിടക്കുന്നത് ഞങ്ങളുടെ ജീവിതമാണ്. വിഷ്ണു അച്ഛാ എന്നൊക്കെ സത്യയും പപ്പിയും വിളിക്കുന്നുണ്ട്. അപ്പോഴേ സന്യാസി പറയുന്നു, കുട്ടികൾ അവിടെ സുരക്ഷിതരാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് അടങ്ങി നിൽക്കി. ഒരു കാര്യം ഉറപ്പാണ്, ആ കുട്ടികൾ ഈശ്വരൻ്റെ കടാക്ഷമുള്ള മക്കളാണ്, അവർക്കൊരാപത്തും വരില്ല. ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ തുടിപ്പ് ഇപ്പോഴും അവശേഷിക്കുന്നത്. മൂപ്പൻ രംഭനോട് പറയുന്നത്, രംഭ നമുക്കൊരു വടം സംഘടിപ്പിക്കണം, കൊക്കയിലോട്ട് ഇറങ്ങാൻ പോകുന്ന പാകത്തിനുള്ള ഒരു വടം തന്നെ വേണം. അങ്ങനെ അവർ രണ്ടുപേരുടെ വടം എടുത്തുകൊണ്ട് വരാനായിട്ട് പോവുകയാണ്. വിഷ്ണുവും ശാലിനിയും പറയുന്നു, മക്കളെ നിങ്ങൾ പേടിക്കല്ലേ, അച്ഛനും അമ്മയും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വിഷ്ണു അച്ഛാ ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം വേണം എന്നിങ്ങനെ പപ്പിമോള് വിളിച്ച് പറയുന്നുണ്ട്. മക്കളെ വിഷ്ണു അച്ഛൻ ഇപ്പം വെള്ളം കൊണ്ടുവരാം, മക്കൾ വിഷമിക്കല്ലേ. സത്യ പറയുക, പപ്പി അച്ഛനിപ്പോൾ വെള്ളം കൊണ്ട് വരുമായിരിക്കും. അബൂബേക്കർ ചന്ദ്രബോസിനെ പോയി കണ്ടിട്ട് നൂർജഹാനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. ചന്ദ്രബോസ് പറയുന്നു, എടോ അബൂബേക്കറെ, ഈ പ്രേമം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുമാതിരി വെടക്ക് പിടിച്ച കാര്യമാണ്. പക്ഷേ ഈ പ്രേമം കൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, അവർക്കാണെങ്കിൽ ഒരു സ്വർഗീയ കലാപരിപാടിയാണ്. ഇനിയെങ്ങാണ് ഈ പ്രേമം മുടക്കാനായിട്ട് ചെല്ലുന്നവരെ അവരെന്ത് ചെയ്യുമെന്ന് വല്ലതും അറിയാവോ? നഖശികാന്തം അവരങ്ങ് എതിർക്കും. എടോ അബൂബേക്കറെ, ഞാൻ പറയുന്നത് വല്ലതും തനിക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് കാലിൻ്റെ നഖം മുതൽ തലമുടി വരെ അവരങ്ങ് എതിർക്കുമെന്ന്. ഞാൻ പറയുന്നത് തനിക്ക് ഈ പ്രായത്തിൽ വെറുതെ പ്രണയശാപം പിടിച്ച് വാങ്ങിക്കണോ? അബൂബേക്കർ അതൊക്കെ കേട്ടിട്ട് പറയുക, എൻ്റെ ബോസാറെ, നിങ്ങൾ എന്നെ മലയാളം വ്യാകരണം പഠിപ്പിക്കാതെ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്ക്. എൻ്റെ മകൻ കെട്ടേണ്ട പെണ്ണ, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ മകൻ കെട്ടാനിരുന്ന പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയത് ആരാന്നാ പറഞ്ഞത്? അവൻ്റെ പേര് അനൂപ്. അവൻ താമസിക്കുന്നത് അങ്ങ് ബാംഗ്ലൂരാണെങ്കിലും അവൻ്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയും മക്കളും താമസിക്കുന്നത് ഇവിടെയാണ്. എടോ അത് ഇവിടെ നിന്ന് വെച്ചാൽ എവിടെ? അത് ഈ കുടുംബശ്രീ ഹോട്ടലിൽ നടത്തുന്ന ശാരദ. ആ ശാരദയുടെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയിലുള്ള മകനാണ് ഈ അനൂപ്. അപ്പോഴേ എന്തൊക്കെയോ ശാരദാമ്മയിൽ പന്തികേടുണ്ടെന്ന് നമ്മുടെ ചന്ദ്രബോസിന് മനസ്സിലായി.
ഓഹോ, അപ്പോഴങ്ങനെ ഒരു ബന്ധം ഇവിടെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ജില്ലാ കളക്ടർ ശാലിനിയുടെ അനിയൻ ചന്ദ്രബോസൻ അങ്ങ് സന്തോഷം കൊണ്ട് പറയുക, എൻ്റെ ഒടയതമ്പുരാനെ, ഇങ്ങനെ അവസരങ്ങൾ എനിക്കിങ്ങനെ വാരിക്കോരി തരാൻ ഞാൻ എന്തും വേണ്ടി പുണ്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എല്ലാ പുണ്യങ്ങളും എനിക്ക് വെച്ചങ്ങോട്ട് നീട്ടുവാണല്ലോ, അപ്പോൾ എല്ലാം ഞാൻ അങ്ങോട്ട് സ്വീകരിച്ചിരിക്കുന്നേ ഭഗവാനെ എന്നൊക്കെ ചന്ദ്രബോസ് പറയുവാണ്. ഈ ബന്ധങ്ങളൊക്കെ കലക്കി ഞാൻ കുറച്ച് മീനൊക്കെ പിടിക്കും. അബൂബക്കർ പറയുക, എൻ്റെ ബോസാറെ, നിങ്ങൾ ഈ ബന്ധം കലക്കി മീൻ പിടിക്കോ മീൻ പിടിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യും. എൻ്റെ മോനും ആ നൂർജഹാനും കൂടെയുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുവാണ്. കല്യാണം നടന്നില്ലെങ്കിൽ നാറ്റക്കേസാകും. സാർ എത്രയും പെട്ടെന്ന് നൂർജഹാനെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്നേ പറ്റൂ. അപ്പോഴൊരു പോലീസ് അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, സാറേ, അനൂപിൻ്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ. അബൂബക്കറെ, താൻ ധൈര്യത്തോടെ പോയിട്ടേ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നോക്കിക്കോ. ഉറപ്പായിട്ടും അവൻ അവിടെ തന്നെ ഉണ്ട്. ആ പെണ്ണിനെയും പയ്യനെയും കൂടെ പൊക്കി തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ചന്ദ്രബോസ് ഇട്ടുതരും. താൻ പിന്നെ കല്യാണം നടത്തുകയോ അടിയന്തരം നടത്തുകയോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങ് ചെയ്തോ. ശാലിനി വിഷ്ണുവിനോട് പറയുന്നത്, വിഷ്ണുവേട്ടാ, ഇന്നലെ രാത്രി മുതൽ നമ്മുടെ കുട്ടികൾ അതിൽ വീണ് കിടക്കുമല്ലേ. പാവം, എൻ്റെ മക്കൾ ജലപാനം ഇറക്കാതെ തളർന്ന് കിടക്കുമായിരിക്കും. ഉടനെ തന്നെ വിഷ്ണു കയ്യിലിരിക്കുന്ന ബ്രെഡും പഴവും ഒക്കെ കൂടെ ഒരു കവറിനകത്ത് സംഘടിപ്പിച്ചിട്ട് ഒരു കയറ് കെട്ടി അങ്ങോട്ട് ഇടാൻ നോക്കുവാണ്. എന്നിട്ട് ശാലിനി വിളിച്ച് പറയുന്നു, മക്കളെ, കുറച്ച് പഴവും ബ്രെഡും ഞങ്ങൾ അങ്ങോട്ട് ഇടുന്നുണ്ട്. എൻ്റെ മക്കളെ തൽക്കാലം ഇത് കഴിച്ച് വിശപ്പടക്കണേ. നിങ്ങളെ രക്ഷിക്കാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വിഷ്ണു ഒരു കവറിനകത്ത് ഒരു കുപ്പി വെള്ളവും കുറച്ച് പഴവും ബ്രെഡും കൂടെ ഒക്കെ അങ്ങോട്ട് കയറെ കെട്ടി പപ്പിക്കും സത്യയ്ക്കും അങ്ങോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട്. അത് ആ മക്കൾക്ക് കിട്ടി. പെട്ടെന്ന് തന്നെ പപ്പി കുറച്ച് വെള്ളം അങ്ങ് കുടിച്ചിട്ട്, സത്യേ നീയും കുടിക്ക് എന്നും പറഞ്ഞ് സത്യയ്ക്കും വെള്ളം കൊടുക്കുവാണ്. ശാലിനി പറയുക, വിഷ്ണുവേട്ട, എനിക്കൊരു കാര്യം മനസ്സിലായി. ഈശ്വരനുണ്ട്, അതിൻ്റെ തെളിവാ വിഷ്ണുവേട്ട എൻ്റെ മക്കൾ ഇന്ന് ജീവനോടിരിക്കുന്നത്. സത്യമോളും പപ്പിമോളും വെള്ളവും പഴമൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷേ അത് വിഷ്ണുവിനും ശാലിനിക്കും അറിയില്ലല്ലോ. വിഷ്ണു പറയുക, എൻ്റെ മക്കൾക്കത് കിട്ടിയോ ഇല്ലയോ എന്നറിയില്ലല്ലോ ശാലിനി. അത് കിട്ടിയില്ലെങ്കിൽ അതൊരു അപകടമാണ്. വടം കൊണ്ടുവരാൻ പോയ കാട്ടുമൂപ്പനെയും രമ്പനെയും കാണുന്നില്ലല്ലോ വിഷ്ണുവേട്ട. അവർ വരും ശാലിനി, അവർ നമ്മളെ കൈവിടില്ല ശാലിനി. അതിനു മുൻപ് കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള മാർഗം നമുക്ക് നമ്മുടേതായ രീതിയിൽ നോക്കണം. കുട്ടികൾക്ക് നമ്മൾ കൊടുത്ത ഭക്ഷണം അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും കൊക്കയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സകല കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചിട്ട് സത്യയും പപ്പയും കൂടി ഇരുന്നുകൊണ്ട് പഴവും ബ്രെഡും ഒക്കെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുക. കൊക്കയിലോട്ടുള്ള ദൂരം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ എത്താൻ പറ്റും ശാലിനി. നമുക്ക് നമ്മുടെ മക്കളെ രക്ഷിക്കാം. വിഷ്ണു ആ കൊക്കയിലൊക്കെ ഇട്ടുകൊടുത്ത ഭക്ഷണത്തിൻ്റെ കയറിൻ്റെ തുമ്പ് വിഷ്ണുവിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുവാണ്. വിഷ്ണു സന്തോഷത്തോടെ പറയുന്നു, നമ്മൾ ഇട്ടുകൊടുത്ത ഭക്ഷണം നമ്മുടെ മക്കൾക്ക് കിട്ടിയെന്നാ ശാലിനി തോന്നുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾ സേഫാണോ വിഷ്ണുവേട്ട? സേഫാ ശാലിനി, നമ്മുടെ മക്കൾ സേഫായിട്ടിരിക്കുക. വിഷ്ണു 2 കൈവെടുത്ത് തൊഴുത് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കാട്ടുമൂപ്പനും രമ്പനും വടവും കൊണ്ട് വരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ വിഷ്ണു പപ്പിമോളെയും സത്യമോളെയും ആ കൊക്കയിലിറങ്ങി രക്ഷിച്ചേക്കാം. പ്രതികാരദാഹിയായ ചന്ദ്രബോസ് പോലീസുകാരെയും കൊണ്ട് പെട്ടെന്ന് തന്നെ ശാരദാമ്മയുടെ വീട്ടിൽ ചെന്ന് നൂർജഹാനെയും അനൂപിനെയും പൊക്കാമെന്നുള്ള പ്രതീക്ഷയിൽ പോകും. അപ്പോഴവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.